ഹായ് ഡിയേഴ്സ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇംഗ്ലീഷിൽ അല്ലേ. പല ആളുകളും അത് എങ്ങനെ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഗസ് വർക്കിലൂടെയാണ് ചെയ്യാറ്. ചിലപ്പോഴൊക്കെ നമുക്ക് ആൻസർ റെഡി ആവും. എങ്ങനെയാണ് ഇതിൽ ഫുൾ മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക? ദാ ഇങ്ങനെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ദ കിങ് ഹേർഡ് ദിസ് റിമാർക്ക് അല്ലേ. ഹീ മെയ്ഡ് എൻക്വയറീസ് ആൻഡ് ഗേവ് ഓർഡേഴ്സ് ടു ഡിസ്മിസ് ദ കറപ്റ്റ് ഒഫീഷ്യൽസ്. ഒരു എക്സാമ്പിൾ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആദ്യം തന്നെ സെൻറ്റൻസ് കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ടെൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ അതിനകത്ത് ഗിവ് എന്നോ അല്ലെങ്കിൽ ഗേവ് എന്നോ അല്ലെങ്കിൽ ടുഡേ എന്നോ നൗ എന്നോ ടുമാറോ എന്നോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇന്ന് നടക്കുന്നതാണോ അല്ലെങ്കിൽ നാളെ നടക്കുന്നതാണോ അല്ലെങ്കിൽ മുമ്പേ നടന്നു കഴിഞ്ഞതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ടെൻസ് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അതൊരു ക്ലൂ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മിസ്റ്റേക്കുള്ള ഭാഗത്ത് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഇവിടെ ആദ്യം അണ്ടർലൈൻ ചെയ്ത് തന്നത് എവിടെയാണ്? ഹീൻ്റെ അടിയിലാണ് അല്ലേ. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഹീ, അതിൻ്റെ മുൻപേ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. പുതിയ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഹീ നമ്മൾ എന്താക്കി? ക്യാപിറ്റലൈസേഷൻ നടത്തി അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എച്ച് എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞു. അപ്പോൾ ഒരു മാർക്കായി. മെയ്ഡ് എൻക്വയറീസ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തത്. എന്താണ് അവിടെ എൻക്വയറീസ് അണ്ടർലൈൻ ചെയ്യാനുള്ള കാരണം? എൻക്വയറീസിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ. ഒന്ന് സൂക്ഷിച്ച് നോക്കി നോക്ക്. നിങ്ങൾക്ക് വേറെ ഒരു മിസ്റ്റേക്കും കാണുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഗ്രമാറ്റിക്കലി മിസ്റ്റേക്സ് ഒന്നും കാണുന്നില്ലെങ്കിൽ സ്പെല്ലിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യെസ്, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എൻക്വയറീസിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് അല്ല. ENQUIRIES എന്നാണ് അവിടെ വരേണ്ടത് അല്ലേ. അവിടെ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ആൻഡ് ഗിവ് എന്ന് പറയുന്ന ഭാഗം ഗിവ് ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. എന്തായിരിക്കും മിസ്റ്റേക്ക്? ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ടെൻസ് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ദ കിങ് ഹേർഡ് എന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഹിയറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹേർഡ് അല്ലേ. അടുത്ത സെന്റൻസ് ഹീ മെയ്ഡ് എൻക്വയറീസ് എന്നാണ് പറയുന്നത്. മെയ്ക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ്. അപ്പോൾ ഇവിടെ ഗിവ് വരുമോ അല്ലെങ്കിൽ ഗേവ് ആണോ വരിക? പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഗേവ് അല്ലേ വരേണ്ടത്. നേരത്തെയൊക്കെ പാസ്റ്റ് ടെൻസ് അല്ലേ വന്നത്. സോ ഇവിടെ ഗിവ് അല്ല, മറിച്ച് എന്താണ് വരിക? ഗേവ് ആണ് വരിക. അത് കഴിഞ്ഞാൽ അടുത്ത സെൻറ്റൻസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? മോർ നെവർ വാസ് സ്റ്റേൽ ഫുഡ് സെർവ്ഡ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ്. ഇവിടെ മോർ നെവർ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. മോർ നെവർ എന്നല്ല പറയാം അല്ലേ. അത് വേർഡ് ഓർഡറിലാണ് മിസ്റ്റേക്ക്. എന്ന് വെച്ചാൽ നെവർ മോർ എന്നാണ് വരേണ്ടത്. അതിന് പകരം അവർ തന്നിരിക്കുന്നത് മോർ നെവർ എന്നാണ്. അപ്പോൾ വേർഡ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് ഞാൻ പറയാം. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ, സെർവ്ഡ് ഓഫ് ദ കിങ്സ് ഊട്ടുപോര എന്ന് പറയുന്നു. അവിടെ ഓഫ് അല്ല, മറിച്ച് അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് ചേർക്കേണ്ടത്. അപ്പോൾ ചില ഓരോ വേർഡുകളുടെയും മുമ്പിൽ ചേർക്കേണ്ട പ്രപ്പോസിഷൻസ് നമ്മളിങ്ങനെ പഠിക്കേണ്ടതുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ വേർഡ് ഓർഡർ എങ്ങനെയാണ് വരിക, സബ്ജക്റ്റിൻ്റെ ശേഷം എന്താണ് വരിക, അല്ലെങ്കിൽ ചില വാക്കുകളുടെ മുമ്പിൽ എന്താണ് വരിക, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക? ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാനാണല്ലോ നമ്മുടെ സൈലത്തിൻ്റെ അവഞ്ചേഴ്സ് ബാച്ച് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ടെൻസ് പഠിക്കേണ്ടതുണ്ട്, അതുപോലെ പ്രപ്പോസിഷൻസ് പഠിക്കേണ്ടതുണ്ട്. ഇന്ന്, ഓൺ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് പ്രപ്പോസിഷൻസ്. അവരെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വേർഡ് ഓർഡർ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്പെല്ലിങ്സ് പഠിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഈ അവഞ്ചേഴ്സ് ബാച്ച്. സോ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉടനെ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ യൂണിറ്റ് ടെസ്റ്റുകൾ, പരീക്ഷകൾ, അതിൻ്റെ ഡിസ്കഷൻസ്, ഒട്ടനവധി ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. സോ ഇനിയും സമയം വൈകിക്കേണ്ട, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഓക്കെ, നമുക്ക് ബാച്ചിൽ കാണാം.